കർത്താവിനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു നല്ല മെസ്സേജാണ് ഞാൻ തയ്യാറാക്കിയത്. അത് യഥാർത്ഥത്തിൽ പാസ്റ്റേഴ്സും ദൈവമക്കളും സഹോദരിമാരും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു യോഗമായതുകൊണ്ട് ഈ മെസ്സേജും ഞാൻ ആകപ്പാടെ തിരിച്ചു മറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവദാസന്മാർക്കായും കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പല ആളുകളെയും ഞാനൊന്ന് റെക്കഗ്നൈസ് ചെയ്യാതെ പോയാൽ അത് അത്ര ശരിയായിരിക്കുകയില്ല. അതുകൊണ്ട് പല ദൈവം എടുത്തു പറയുന്നത് എടുക്കുന്നതിന് ശ്രമിക്കണം. ആദ്യം ജോർജ് ഉച്ചാൻ തന്നെ ആയിരിക്കും പറയുന്നത്. പ്രായമനുസരിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന നിലയനുസരിച്ചും അദ്ദേഹം, ഞാനിപ്പോഴും ഒരുപാട് പേരോട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഒരു കാലത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് ഫിലിം മിനിസ്ട്രി, കറസ്പോണ്ടൻസ് സ്കൂള്, ഒരുപാട് പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടിരിക്കാം. മൈക്ക് എടുത്തുകൊണ്ട് പോകാനും വണ്ടി തള്ളാനും അങ്ങനെയൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർമ്മ പ്രായമായി അദ്ദേഹത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജോൺസൺ കുടുംബം അദ്ദേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് അദ്ദേഹത്തെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീഡിയോ മിനിസ്ട്രി ചെയ്യുന്ന പ്രിയ അച്ചായനെ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. എനിക്ക് ഒരു 3 ടെലഫോൺ കാളുകൾ അദ്ദേഹം എടുത്ത ഞാൻ പ്രസംഗിച്ച ഒരു മിനിസ്ട്രിയിൽ നിന്ന് 3 ടെലഫോൺ കാളുകൾ കിട്ടി. അതെടുത്ത് പറയത്തക്കതാണ്, എപ്പോഴും ഓർക്കേണ്ടതാണ്. ഈ ഷാരോൺ ചർച്ചിൽ 2010 ഞാൻ പ്രസംഗിച്ച കൺവെൻഷൻ്റെ വീഡിയോ അദ്ദേഹം എടുത്ത് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡാളസിൽ നിന്നുള്ള ഒരു കുടുംബം തകർന്ന് വളരെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന അവസരത്തിൽ അവർ പ്രസംഗങ്ങൾ ഒരുപാട് പേരുടെ ഇങ്ങനെ കേട്ട് വന്ന അവസരത്തിൽ ഈ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളുടെ പരിമിതികളെ മറികടക്കുക എന്നുള്ളതായിരുന്നു ആ മെസ്സേജിൻ്റെ സന്ദേശം. ആ മെസ്സേജ് അവർ കുടുംബമായി അവിടെ കേട്ടിരുന്നിട്ട്, ഭാര്യയും ഭർത്താവും കൂടെ കേട്ടിട്ട് ഉടനെ തന്നെ അവർ ഫോൺ എടുത്ത് എനിക്ക് ടെലഫോൺ ചെയ്ത് എന്നെ വിളിച്ചറിയിച്ചു, പാസ്റ്ററെ, ഞങ്ങൾക്കൊരു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ മെസ്സേജ് കേട്ട് ഞങ്ങളിപ്പോഴ് ചൈതന്യമായിരിക്കുന്നു, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്നവരിലൂടെ വിളിച്ച് ടെലഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. സൗദി അറേബ്യയിൽ നിന്നൊരു കത്തോലിക്ക സഹോദരി വളരെ സങ്കടത്തിലൂടെ കഷ്ടതയിലൂടെ പോയ അവസരത്തിൽ ഇതേ മെസ്സേജ് കണ്ടിട്ട് അവരെന്നെ ഫോൺ ചെയ്തു. കുവൈറ്റിൽ നിന്നൊരാൾ ഫോൺ ചെയ്തു. ഇവരെ ഈ 3 മെസ്സേജും ഈ പാസ്റ്റർ ഷൗമേൽ ഐസക് അവറുകൾ കൊടുത്ത ആ മെസ്സേജിൽ നിന്നാണ് ചെയ്തത്. അദ്ദേഹം, ഞാനത് പ്രസംഗിച്ചു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് കേൾക്കത്തില്ലായിരുന്നു. ആ മിനിസ്ട്രിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും അനുസരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. കുറച്ച് പ്രായമായി, ഇച്ചിരി ഷേപ്പൊക്കെ മാറിയിട്ട് ഒരു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്നു. അതുപോലെയുള്ള എൻ്റെ ഏറ്റവും അടുത്ത വളരെ പ്രിയപ്പെട്ട ആളാണ് ഷാജി ഡാനിയൽ പാസ്റ്റർ. ഹ്യൂസ്റ്റണിലുള്ള വളരെ അടുത്ത ആളാണ്. വളരെ ചുരുക്കുള്ള മിടുക്കനായ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെയധികമുള്ള മാന്യനായ ദേവദാസനാണ്. അദ്ദേഹത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ കാണുവാൻ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ജൂബി ഡാനിയൽ പാസ്റ്ററും കർത്താവ് സഹായിക്കട്ടെ. അദ്ദേഹത്തെ ഇരുന്ന സഭകളിലൊക്കെ പോവുകയും പ്രസംഗിക്കുകയും യോഗങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ കുടുംബം അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദൈവദാസന്മാരെ എല്ലാവരെയും ഞാൻ ഇത്രയും പേരുടെ പേര് പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കണം. ഇവരുമായിട്ട് വളരെ ക്ലോസ് ഉണ്ട്, നിങ്ങളുമായിട്ടും വളരെ ക്ലോസ് ആണ്. പറഞ്ഞു വരുമ്പോഴായിരിക്കും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും സഹോദരിമാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണയായിട്ടൊരു പറച്ചിലുണ്ട്, ഡ്രൈവിങ് അറിയാവുന്നവർ കൂടെ ഇരുന്നാൽ ഡ്രൈവിങ് പഠിക്കാൻ പാടാണ്. ഡ്രൈവിങ് അറിയാവുന്ന ആളുകൾ കൂടെ ഇരുന്നാൽ ഡ്രൈവിങ് പഠിപ്പിക്കാൻ പാടാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റേഴ്സായിട്ട് ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. വിവിധ നിലയിൽ ശുശ്രൂഷിച്ചിട്ടുള്ളവരും ജോൺ പറീസ് സാറൊക്കെ നല്ല പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. എഴുതിയിട്ടില്ലേ? അതെ, എല്ലാം കർത്താവ് എഴുതുന്നവരെ എല്ലാം സഹായിക്കട്ടെ. പാസ്റ്റർ എന്താണ്? പലപ്പോഴും നമ്മൾക്ക് ഹൂ ആം ഐ, ഞാൻ എന്താണെന്നുള്ളതായിട്ടുള്ള ബോധം നമ്മളെ ശക്തമായി ഭരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ആ മേഖല
നമുക്ക് വിജയിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആരാണ്, എന്നെ നിയമിച്ചിരിക്കുന്നത് ആരാണ്, ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാനാണ് ഒരു ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ സഭയ്ക്ക് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ച് നമുക്ക് പെട്ടെന്ന് എഫേസ്യർ 4:11 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണെങ്കിൽ ഒന്നുകൂടെ പറയാം. ഒന്ന് വായിച്ചേക്കാം. എഫേസ്യർ 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും. ഇവിടെ 5 വിധത്തിലുള്ള ശുശ്രൂഷകരെ, ഔദ്യോഗിക വൃന്ദം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ പറയുവാൻ ഇഷ്ടപ്പെടുന്നത് ശുശ്രൂഷക വൃന്ദത്തെ, ദൈവത്തിന്റെ സഭയ്ക്ക് ശുശ്രൂഷിക്കുവാൻ വേണ്ടി ദൈവം 5 വിധത്തിലുള്ള ശുശ്രൂഷകരെ ദൈവം നൽകി എന്നുള്ളത് വേദപുസ്തകത്തിൽ വായിക്കും. അവിടെ വായിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അടിയിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം, അവിടെ എഴുതിയിരിക്കുന്നത് ശുശ്രൂഷകരായും നിയമിച്ചിരിക്കുന്നു, അപ്പോയിന്റഡ്. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോഴും അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് അവൻ എന്നെ പ്രസംഗിയും അപ്പോസ്തലനും ആയി അവൻ എന്നെ നിയമിച്ചിരിക്കുന്നു. ഹി അപ്പോയിന്റഡ് മീ. അവൻ എന്നെ നിയമിച്ചിരിക്കുകയാണ്. ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദൈവപൈതൽ ചെയ്യുന്ന ശുശ്രൂഷ ഏതായിരുന്നാലും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവൻ എന്നെ നിയമിച്ചിരിക്കുന്നു. എന്റെ നിയമനം എവിടെ നിന്നാണ്? പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടുള്ള ഘടകം, ഒരു ശുശ്രൂഷ വിജയിക്കണമെങ്കിൽ, ഒരു തൊഴിൽ വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, കോളിംഗ് ഉണ്ടാകണം, വിളി ഉണ്ടായിരിക്കണം, ശരിയായ വിളി ഉണ്ടായിരിക്കണം, വിളി ഉള്ളത്, എന്നെ വിളിച്ചിരിക്കുന്നു. രണ്ടാമത് ഓർത്തിരിക്കേണ്ടത് കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. ആ വിളിയെ കുറിച്ച് ഞാൻ പ്രതികരിക്കുമ്പോൾ അതിൽ എനിക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ദൈവം എന്നെ ഇതിന് വിളിച്ചിരിക്കുക. മറ്റൊന്ന്, ഒരു പരിപാടിയും കിട്ടാതെ വന്നതുകൊണ്ട് ഞാൻ ഇതങ്ങ് ചെയ്യുകയല്ല, മറ്റു പല മേഖലകളിലും പരാജയപ്പെട്ടപ്പോൾ ഞാൻ ഇത് ചെയ്യുകയല്ല, ഗതികേട് കൊണ്ട് ഞാൻ ഇത് ചെയ്യുകയല്ല, അങ്ങനെ ചെയ്യുകയല്ല. തീർത്തും എനിക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ഒരു കൺവിക്ഷൻ ഉണ്ടായിരിക്കണം, എന്നെ ദൈവം ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. മൂന്നാമതായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി ഉള്ള ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. അപ്പോൾ ദൈവിക ശുശ്രൂഷയിൽ, ഇടയ ശുശ്രൂഷയിൽ അല്ല മറ്റേതെങ്കിലും ശുശ്രൂഷയിൽ വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കണം. ഒന്ന്, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. 2, ആ വിളിയെ കുറിച്ചുള്ള നിർണയം അഥവാ ഉറപ്പ് എനിക്കുണ്ടായിരിക്കണം. 3, ആ വിളി നടപ്പാക്കുന്നതിന് എനിക്ക് സമർപ്പണം ഉണ്ടായിരിക്കണം. ഇത് 3ഉമില്ല എങ്കിൽ ശുശ്രൂഷയിൽ ഒരു മുന്നേറ്റം ഒരു ഇടയനും ഉണ്ടാകത്തില്ല. ഇത് 3ഉം ഉണ്ടാകണം. 3ഉം ഒരുപോലെ ഉണ്ടായിരിക്കണം. ഇടയൻ ആരാണ്? ഒരിക്കലും ഒരാളോട് ചോദിച്ചു, ഇടയൻ ആരാണ്? ഒരു കൊച്ചിനോട് ചോദിച്ചു, പാസ്റ്റർ ആരാണ്? ഞാൻ ഈ പറയുന്നത് നാട്ടിലെ ഉദാഹരണമായിരിക്കും, അതുകൊണ്ട് ഇവിടെ അത് റെലവന്റ് അല്ലെങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നവരാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ആ കൊച്ചു ചെറുക്കൻ, മിടുക്കനായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ആ ചെറുക്കൻ പറഞ്ഞു, രാവിലെ വരികയും പള്ളി തുറന്ന് പാട്ടുപാടി പ്രസംഗിച്ച് പൈസായും കൊണ്ടുപോകുന്ന ആളുമാണ് പാസ്റ്റർ. അപ്പൊ അവൻ നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്. രാവിലെ വരുന്നു, പള്ളി തുറക്കുന്നു, പാട്ടുപാടുന്നു, പ്രസംഗിക്കുന്നു, പൈസയും കൊണ്ടുപോകുന്നു. ഇതാണ് പാസ്റ്റർക്ക് കൊടുത്തതായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതാണോ പാസ്റ്റർ? അല്ല, ഒരിക്കലും അല്ല. പാസ്റ്റർ എന്ന് പറയുന്നത് ആരാണെന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ ഇടയ ശുശ്രൂഷയിൽ, നമ്മുടെ ഫംഗ്ഷനിൽ ചിലപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയാലും തെസ്സലോനിക്ക ലേഖനത്തിലാണ് ഒരു പാസ്റ്റർ എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്ന ഒരു തെസ്സലോനിക്ക ലേഖനം, അതിന്റെ 1 തെസ്സലോനിക്ക ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഒടുവിലത്തെ ഭാഗം. ബാക്കി അതിന്റെ മുകളിൽ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ. ശ്രദ്ധിക്കണേ, ഒരു പാസ്റ്റർ ആരായിരിക്കണമെന്നറിയാമോ? മറ്റേ മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹമോ പണമോ അതൊന്നും ഞാൻ അവിടെ എടുത്തു പറയുന്നില്ല, അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉള്ളതാണെങ്കിലും ഒരു പാസ്റ്ററുടെ റോള് ഒരു സഭയിൽ എന്ന് പറയുന്നത് സ്വത്രകാഴ്ച എടുത്തുകൊണ്ട് പോകുന്നതല്ല, കുത്തുപ്രസംഗമല്ല,
ഒരു പാസ്റ്റർ ഒരു സഭയിൽ എങ്ങനെയായിരിക്കണം? അമ്മയെ പോലെ, തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവനായിരുന്നു. അപ്പോൾ ഒരു പാസ്റ്റർ വെട്ടൊന്നേ മുറി രണ്ടേ എന്ന് പറയുന്ന പ്രയോഗം പാടില്ല. അപ്പോ പാസ്റ്റർ ഒരമ്മയുടെ ഹൃദയമുള്ള ആളായിരിക്കണം. ഒരമ്മയുടെ ഹൃദയം വേണം ഒരു പാസ്റ്റർക്ക്. ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ജോബ് അല്ല, അത്ര ഈസി അല്ല. വലിയ സഭയായാലും ചെറിയ സഭയായാലും നമ്മൾക്കൊക്കെ അറിയാം അത്ര ഈസി അല്ല. പക്ഷെ അവിടെ പാസ്റ്ററുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരമ്മയുടെ ഹൃദയമായിരുന്നു. ഒരമ്മ ഒരു കൊച്ചിനെ അടിക്കും, വഴക്കുണ്ടാകും, തല്ലും, ബഹളം ഉണ്ടാകും. പക്ഷേ കുറച്ച് കഴിയുന്ന ഉടനെ ഇവിടെ മുഖം മാടിയിരുന്നാൽ ആദ്യം ചെല്ലുന്ന ആരാ? മോൻ ഇങ്ങോട്ട് വരുവോ അതോ അമ്മ അങ്ങോട്ട് ചെല്ലുവോ? ഞാൻ പറയുന്നത് ഇച്ചിരി ഹാർഡായിരിക്കാം. സാധാരണ എന്തോ സംഭവിക്കുന്നേ? അമ്മ അങ്ങോട്ടാണ് ചെല്ലേണ്ടത്. ഇവിടെയാണ് നമുക്ക് ദൈവദാസന്മാർക്ക് പറ്റുന്ന വലിയൊരു പാളിച്ച അവിടെയാണ്. പ്രിയരെ, ഞാൻ പറയാം, ദൈവദാസന്മാരായിരിക്കുന്ന ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നവരായിട്ടിരിക്കുന്ന പല വിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരോട് ഞാൻ പറയാം, നമ്മൾ അങ്ങോട്ട് ചെന്ന് അല്പം താണതുകൊണ്ട് യാതൊന്നും നമുക്ക് സംഭവിക്കാൻ പോകത്തില്ല. സ്തോത്രം. നമ്മള് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ചെല്ലാമെങ്കിൽ കാണാം ഈ മോള് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് പോലെ. ഈ വിശ്വാസി എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങളിപ്പോ പറയും പാസ്റ്ററെ അത് അന്തകാലത്ത് ഇന്നകാലത്ത് അത് നടക്കാതെന്ന് പറയും. പക്ഷെ ഇപ്പോഴും നമ്മൾ വിധേയപ്പെട്ട് നമ്മുടെ ഒരു അമ്മയുടെ ആർദ്രതമായ ഹൃദയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാസ്റ്റർ ഒരമ്മയെ പോലെ ആയിരിക്കണം. ഒരമ്മയെ പോലെ ഹൃദയമുള്ള, ആർദ്രതയുള്ള, സ്നേഹമുള്ള ഒരു അമ്മയെ പോലെ ആയിരിക്കണം. ഇനിയും 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, അമ്മ മാത്രമായാൽ കാര്യം നടക്കത്തില്ല. 1 തെസ്സലോനിക്കർ 2:10. അപ്പൻ മക്കളെ എന്ന പോലെ ശ്രദ്ധിക്കണം. അപ്പൻ മക്കളെ എന്ന പോലെ. ഇനിയും 2-ാമത് പാസ്റ്റർ ഒരു അപ്പനെ പോലെ ആയിരിക്കണം. ഒരു അപ്പനെ പോലെ. അപ്പൻ മക്കളെ എന്ന പോലെ എന്തൊക്കെ ചെയ്യണം? പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരുത്സാഹപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ, നമുക്ക് സങ്കീർത്തനം വായിച്ചു കഴിയുമ്പോൾ നാട്ടിൻപുറങ്ങളില് അപ്പച്ചൻ എന്നെ സന്തോഷിപ്പിച്ച പ്രബോധനം, അതല്ല പ്രബോധനം എന്ന് പറയുന്നത്, എക്സോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നിരിക്കുന്ന ഒരുത്തനെ, വേദനിച്ചിരിക്കുന്ന ഒരുത്തനെ, നിരുത്സാഹപ്പെട്ടിരിക്കുന്ന ഒരുത്തനെ തട്ടി എഴുന്നേൽപ്പിച്ചും പ്രബോധിപ്പിച്ചും, രണ്ടാമത് ചെയ്യേണ്ടത് എന്താ? ഉത്സാഹിപ്പിച്ചും. അവനെ എന്ത് ചെയ്യണമെന്നറിയാമോ? അവനെ ചില ആളുകളെ ചിലപ്പോൾ അല്പം പിന്നിലോട്ട് വലിഞ്ഞിരിക്കുകയാണെങ്കിൽ അവരെ എന്ത് ചെയ്യണം? ഉത്സാഹിപ്പിച്ചിരിക്കണം. അപ്പോൾ ഒരു പാസ്റ്റർ ഒരു സഭയിലായിരിക്കുമ്പോൾ അപ്പനെ പോലെ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും? അവിടെ സ്നേഹം മാത്രമല്ല വരുന്നത്, അപ്പൻ എന്തു ചെയ്യും? ശിക്ഷിക്കും. അപ്പൻ അമ്മയേക്കാൾ കുറച്ചുകൂടെ എന്ത് ചെയ്യും? തർജനം ചെയ്യും, സ്കോൾഡ് ചെയ്യും, വഴക്ക് പറയും. എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർ റൈറ്റ് ഇങ്ങനെ പറയുകയല്ല, ചില കാര്യങ്ങൾ വരുമ്പോൾ മക്കളെ അങ്ങനെ അല്ലെന്നും എന്ത് ചെയ്യണം? പറയണം. ആ പറയുന്നതിന്റെ രീതിയാണ് പാസ്റ്ററേയും ആ ആളിനെയും തമ്മിൽ അടുപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യുന്നത്. പറയുന്ന രീതി അനുസരിച്ച് ഒരേ കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ പറയാം, ഒരേ രീതിയിൽ പറയാം. അപ്പോൾ ഒരിടത്തൊരു തർജ്ജനം ആവശ്യമായി വന്നാൽ ആ പറയുന്ന രീതിയാണ് ആ ആളിനെ അകറ്റുകയോ അടുപ്പിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ നാം എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് വളരെ പ്രാധാന്യതയുണ്ട് പാസ്റ്റർ. ചില ഒരു വിശ്വാസിക്ക്, ഒരു ദൈവവൈതലിന്, ഒരു സഭയിലെ പ്രധാന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യതയുണ്ട്. ചില ആളുകളാണെങ്കിൽ 4 പേര് വരുന്നിടത്തൊന്നും വരത്തില്ല, അവർ വളരെ ഭക്തന്മാരാണെന്ന് പറഞ്ഞ് മുങ്ങിക്കളയും. 4 പേര് വരുന്നിടത്ത് അവർ വരത്തില്ല. ചില ആളുകൾ ചിരിക്കത്തില്ല. ആ ചിരിച്ചു കഴിഞ്ഞാൽ അവർ ആത്മീയരല്ലെന്നാണ് അവരുടെ ചിന്ത. കാരണം അതിന് വേദപുസ്തകത്തിൽ നിന്ന് അവർ വാക്യം എടുക്കും, പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം. അപ്പോൾ നമ്മുടെ ശബ്ദം മാറ്റി, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റിയും ഒക്കെ നമ്മൾ ഇരിക്കും. അതൊക്കെ നമ്മൾ പഴയ കാലത്തിൽ നിന്നൊക്കെ പഠിച്ചതാണ്. ഞാൻ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാ, ഇടയ്ക്കിടയ്ക്ക് ജീരകവെള്ളം കുടിച്ചും ഇടയ്ക്കൊന്ന് കണ്ഠക്ഷോഭം വരുത്തുകയും ചെയ്യുന്ന പ്രസംഗ ശൈലിയുടെ കാലം എക്സ്പയറി ഡേറ്റ് ആയി. അത് കഴിഞ്ഞുപോയി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഴയത് പറയുന്നുണ്ട്.
ഉള്ള ഒരുപാട് കാര്യം പഴയത് പറയും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, പഴയതൊന്നും തന്നെ തെറ്റല്ല, ശരിയായിരിക്കാം. എന്നാൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ശുശ്രൂഷകളിൽ വരുത്തി മുന്നേറ്റമാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? കാലാനുസൃതമായ മാറ്റം ശുശ്രൂഷകളിൽ വരുത്തി, സഭകളിൽ വരുത്തി ഒരു മുന്നേറ്റമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ പ്രബോധിപ്പിച്ചും പിന്നെന്ത് ചെയ്യണമെന്നാ? ഉത്സാഹിപ്പിക്കും. ഇത് പാസ്റ്റർമാര് മതി. ഒരു പാസ്റ്റർ നല്ല പാസ്റ്ററാണെന്നോ ഒരു നേതാവ് നല്ലതാണോ എന്ന് അറിയുന്നത് ഒറ്റ മാർഗം എന്ന് പറയുന്നത് കെട്ടിടം പണിയുന്നതല്ല, എത്ര പേരെ സ്നാനപ്പെടുത്തി എന്നുള്ളതല്ല. സ്നാനപ്പെടുത്തുന്ന എല്ലാ ആളുകളും വിളിച്ച് സ്നാനപ്പെടുത്തും, അത് വേറെ കാര്യം. ഒരു നിങ്ങൾ ഡിസ്ട്രിക്ട് പാസ്റ്ററോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാശ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തന്നെ വിളിച്ച് സ്നാനപ്പെടുത്തിപ്പിക്കുക, അതിനകത്ത് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ എത്ര കല്യാണം നടത്തി എന്നുള്ളതുമല്ല, അതും നിങ്ങളൊരു സഭാ നേതാവാണെങ്കിൽ നിങ്ങളെ തന്നെ വിളിക്കത്തുള്ളൂ. കാരണം അതൊക്കെ ഓരോ വേലകളാണ്. അതൊക്കെ ഞാനിപ്പോ പറയുന്നില്ല, അതൊക്കെ വേലകളാണ്. പക്ഷെ അതല്ല വിഷയം. ശരിയാവണ്ണം നിങ്ങളൊരു ലീഡറാണെങ്കിൽ നിങ്ങളൊരു സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പിനെ ഞാൻ കഴിയുമ്പോൾ എനിക്ക് ശേഷം എന്റെ ശബ്ദമായി വേദപുസ്തകത്തിന് വേണ്ടി പറയുവാൻ ഒരാളിനെ ഒരു സഭയിൽ, ഒരു ഡിസ്ട്രിക്റ്റിൽ, ഒരു സ്റ്റേറ്റിൽ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? അതാണ് ശരിയായ പാസ്റ്റർ. അല്ലാതെ കാണുന്നത് ഒന്നും ആ മുഴുവൻ ലോകം കൂടെ നിന്ന് പറഞ്ഞാലും ഞാൻ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയും അല്ല. അതിന് പറയണം. പൗലോസ് തിമോത്തിയോസിനെ ഒരു സ്ഥലത്ത് എന്ന് കണ്ടെത്തിയതാ. ഒരു സഭയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നില്ലേ? അവരുടെ മാരേജ് ഒക്കെ തന്നെ. ഇന്നത്തെ ദൈവദാസന്മാരാണ് അവനെ എന്ത് ചെയ്തേനെ? അവന്റെ അപ്പന്റെ. അപ്പോൾ പറഞ്ഞത് അവനെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? അടുപ്പിക്കത്തില്ലായിരുന്നു. പലരുടെ അപ്പന്മാരുടെ കാരണമാണല്ലോ നമ്മളെ പലരെയും അടുപ്പിക്കാത്തത്. അപ്പൊ അവനെ അടുപ്പിക്കത്തില്ലായിരുന്നു. അപ്പനാണേലും അമ്മമാരാണേലും അവനെ അനുവദിക്കത്തില്ലായിരുന്നു. പക്ഷെ പൗലോസ് അവനെ വ്യക്തമായി കണ്ടു. പൗലോസ് അവനെ അല്ല നോക്കിയത്, അവന്റെ അപ്പനെ അല്ല, അവന്റെ അമ്മയല്ല നോക്കിയത്. ആത്മപ്രേരിതനായ, ആത്മപൂർണനായ സ്തോത്രം പൗലോസ് നോക്കിയത് അവന്റെ അകത്തോട്ടാണ് നോക്കിയത്. വാടാ കുഞ്ഞ, നീ വരാൻ പറഞ്ഞു. അവനെ വരാൻ പറഞ്ഞിട്ട് അവനെ വിളിച്ച് കൂടെ കൊണ്ടു നടന്ന് നിജപുത്രനായിട്ട് അവനെ തെരഞ്ഞെടുത്ത് അവനെ പ്രോത്സാഹിപ്പിച്ച് ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവികമായ ശുശ്രൂഷയിൽ പൗലോസ് ചെയ്ത ഒരു സെക്കൻഡ് ലെവലിന്. ഇന്നാണെങ്കിൽ അങ്ങനല്ല. ഞാൻ ജോലിയിലായിരുന്നപ്പോൾ ഞാൻ ശരിക്കും ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു ആ സഭയില്. അപ്പൊ അവിടുത്തെ ആ പാസ്റ്റർ എന്നോട് അങ്ങ് പിണങ്ങി. എന്താ പിണങ്ങിയെന്ന് ചോദിച്ചാൽ ആളുകൾക്കല്ല എന്റെ ബൈബിൾ ക്ലാസ് കേൾക്കണം. അപ്പൊ ഞാനൊന്നും ചെയ്തല്ല, ക്ലാസ് എടുത്തു. അപ്പൊ പാസ്റ്റർ അവസാനം ചൂടായി. ജോൺ ഫിലിപ്പിന്റെ ക്ലാസ് മാത്രം മതി നിങ്ങൾക്ക്, എന്റെ ക്ലാസ് വേണ്ട. ഇന്ന് പാസ്റ്റർമാര് ചെയ്യുന്ന മെയിൻ പരിപാടി നിങ്ങളാരും ചെയ്യുന്നോന്ന് എനിക്ക് അറിയത്തില്ല. ചെയ്യുന്നെങ്കിൽ അങ്ങ് നിർത്തിയേക്കണം. ആരെങ്കിലും എങ്കിലും ചെയ്യുന്നില്ലെന്നാ ഞാൻ വിചാരിക്കുന്നത്. ആദ്യത്തെ പരിപാടി മണ്ടവെട്ടലാണ് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഒരിക്കലും വേറൊരുത്തൻ എന്ത് ചെയ്തത് പൊങ്ങി വരാൻ പാടില്ല. എനിക്കെതിരെ എതിരെയല്ല, എന്നേക്കാൾ കൂടുതൽ പ്രസംഗിക്കാൻ പാടില്ല, എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പ്രിയരെ, ഞാൻ സത്യസന്ധമായി പറയട്ടെ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഒരു ദൈവദാസനെയും ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നെയും ഏൽപ്പിച്ചിട്ടില്ല. ഒരുത്തൻ ഒരിക്കലും ഒരു കെണിയാകത്തില്ല. ദൈവം ഓരോരുത്തരെയും താന്റെ നിലയനുസരിച്ച്, ദൈവത്തിന്റെ വിശ്വസ്തത അനുസരിച്ച് ഓരോരുത്തരെയും ആക്കണ്ടിടത്ത് ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ലോക്കൽ പാസ്റ്റർ ചെയ്യേണ്ടത്, അവർ തമ്മിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അപ്പൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കണം, ഉത്സാഹിപ്പിക്കണം, സാക്ഷ്യം പറയണം. ഇതിനെല്ലാം മക്കളെ നീ എന്ത് ചെയ്യണം? നീ 5 മിനിറ്റ് പ്രസംഗിക്കേ, നീ 5 മിനിറ്റ് കാര്യങ്ങൾ ചെയ്യേ. അങ്ങനെ ചെയ്യുവാൻ പറയുന്ന ദൈവത്തിന് സ്തോത്രം ഒരു പാസ്റ്റർ ആയിരിക്കണം. അപ്പൊ പാസ്റ്റർ ഒന്നാമത് അവനൊരു അമ്മയെ പോലെ ആയിരിക്കണം. 2 അവനൊരു അപ്പനെ പോലെ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു ലോക്കൽ സഭയിലെ വിവാഹം നടക്കുകയാണ്, ഒരു പെൺകുട്ടിയുടെ വിവാഹം. ആ വിവാഹം നടന്നപ്പോൾ സാധാരണ നേതാക്കന്മാരാണല്ലോ, സഭാ നേതാക്കന്മാർക്കാണ് വിവാഹം നടക്കാനുള്ള പൊതുവെ എല്ലാ സഭകളിലും സംഘടനകളിലും അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതെന്തുകൊണ്ടോ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു, നമുക്ക് ഇന്ന ആ സഭയുടെ ആ സംഘടനയുടെ നേതാവിനെ വിളിക്കാം. ആ പെൺകുട്ടി എന്ത് പറഞ്ഞത് അറിയാമോ? ആ പെൺകുട്ടി പറഞ്ഞു, വേണ്ട,
ലോക്കൽ സഭയിലുള്ള നമ്മുടെ പാസ്റ്റർ വേണം എന്റെ കല്യാണം നടത്താൻ. ലോക്കൽ സഭയിലുള്ള നമ്മുടെ പാസ്റ്റർ വേണം എന്റെ കല്യാണം നടത്താൻ. അപ്പോൾ അവിടെ അമ്മയും അപ്പനും മക്കളും എല്ലാം കൂടെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. മകൾ പറഞ്ഞു എന്റെ കല്യാണം പ്രാദേശിക സഭാ പാസ്റ്റർ നടത്തണം. അപ്പനും അമ്മയും പറഞ്ഞു സഭ നേതാവ് നടത്തണം. ആ പാസ്റ്റർ 10-15 വർഷം ആ സഭയിൽ ഇരുന്ന ഒരു പാസ്റ്റർ ആയിരുന്നു. അവൾ ഒടുവിൽ കാര്യം പറഞ്ഞു. പപ്പ, അവൾ ഇങ്ങനെ ചോദിച്ചു, പപ്പ ഈ വരുന്നയാളും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണ്? എന്റെ കയ്യിൽ വന്നൊന്ന് പിടിപ്പിച്ചിട്ട് പോകും, അത് ശരിയായിരിക്കാം. എന്നാൽ നമ്മുടെ പാസ്റ്ററങ്ങൾ ഓരോ ജീവിതത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും പാസ്റ്ററേജിൽ വന്ന് അവൾ പരാജയപ്പെട്ടപ്പോൾ അവളെ പ്രോത്സാഹിപ്പിച്ചത്, അവളൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുവാൻ അവൾ വന്നു കഴിഞ്ഞപ്പോൾ അവളെ ഡയറക്റ്റ് ചെയ്ത് വിട്ടത് എല്ലാം അവൾ എണ്ണി പറഞ്ഞപ്പോൾ പറഞ്ഞു, മോളെ ശരി, നിന്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരു പാസ്റ്റർക്ക് ഒരു പ്രാദേശിക സഭയിൽ ഓരോ കുടുംബത്തിന്റെ മേലും ഒരു സ്വാധീനമുണ്ട് അവർ ചെയ്യുന്ന ആ ശുശ്രൂഷ അനുസരിച്ച്. അപ്പോൾ പാസ്റ്റർ എന്താണ്? ദൈവത്തിന് സ്തോത്രം. ചില ആളുകൾ ഈ പാസ്റ്ററും പ്രവാചകനും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്ന്, പ്രവാചകൻ ഒരിടത്ത് താമസിക്കണ്ട. പ്രവാചകൻ എന്ത് ചെയ്യാം? എല്ലായിടത്തും ഓടി നടക്കാം. സുവിശേഷകനും ഉപദേഷ്ടാവിനും പ്രവാചകനും എന്ത് ചെയ്യാം? ഓടി നടക്കാം, എല്ലായിടത്തും പോകാം. എന്നാൽ ഇടയൻ എന്ന് പറഞ്ഞാൽ, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെഫിനിഷൻ, ഒരു നിശ്ചിതമായ സമയം നിശ്ചിതമായ സ്ഥലത്ത് താമസിക്കുകയും ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ആടുകളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നയാളാണ് ആരെന്ന് പറയുന്നത്? ഇടയൻ. അപ്പോൾ ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിശ്ചിത സ്ഥലത്ത് താമസിക്കണം. ഓടിയിട്ടിട്ട് പാനൊക്കത്തില്ല, സഭ ഇട്ടിട്ട്. ദൈവത്തിന് സ്തോത്രം. പനിയാന്ന് പറഞ്ഞാലും അവിടെ എന്ത് ചെയ്യുന്നേ ഒക്കത്തുള്ളൂ, ചെന്നൈ കഴിയത്തുള്ളൂ. അപ്പോൾ നിശ്ചിത സ്ഥലത്ത് താമസിക്കണം. മാത്രമല്ല നിശ്ചിത സമയത്ത് എന്ത് ചെയ്യണം? താമസിക്കണം. നിശ്ചിത സമയത്ത് താമസിക്കണം. മാത്രമല്ല ആടുകളെ എന്ത് ചെയ്യണം? ആടുകളെ പോഷിപ്പിക്കണം. ആടുകൾക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ആ ഇടയന് ആടുകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ആളുകളായിരിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ. ചില പാസ്റ്റർമാര് സഭയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദേഷ്യം വരുമ്പോൾ ചൂട് പിടിച്ച് ഒരു കാര്യം അങ്ങ് പറയും. അതറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്ന, ഞാൻ എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നൊന്നും ഒരുപാട് പാസ്റ്റർമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിന്റെ അജ്ഞത കൊണ്ടാണ് പറയുന്നത്. വേദപുസ്തകം വളരെ സ്പഷ്ടമായി പറയുന്നു, ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? ആടുകളുടെ കണക്ക് എന്ത് ചെയ്യണം? ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ കൊച്ചു സഭയുടെ പാസ്റ്ററോ വലിയ സഭയുടെ പാസ്റ്ററോ ആയിരുന്നാലും വ്യക്തമായി ഞാൻ പറയാം, എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഇടയനെ ആടുകൾക്ക് ദോഷം സംഭവിച്ചാൽ അതിന്റെ കണക്ക് ആര് കൊടുക്കേണ്ടി വരും? ആര് കൊടുക്കേണ്ടി വരും? അന്ന് പറയാമോ? ആര് കൊടുക്കേണ്ടി വരും? പ്രവാചകൻ കൊടുക്കണ്ട, ഉപദേഷ്ടാവ് കൊടുക്കണ്ട, സുവിശേഷകൻ കൊടുക്കണ്ട. എന്നാൽ ആര് കൊടുക്കണം? ഇടയൻ കൊടുക്കണം. ഇടയന്റെ ഉത്തരവാദിത്വം ഫങ്ഷണലി മറ്റുള്ള ഏതിനേക്കാളും ഉയർന്ന ഒരു ശുശ്രൂഷയാണ് ദൈവത്തിന്റെ ദാസന്മാരായ ഇടയന്മാരെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പലപ്പോഴും അറിയാതെ പോകും. അത് ഇനിയും ഇടയന്റെ ജോലി എന്തൊക്കെയാ? ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇടയൻ ഒന്നാമത് ചെയ്യേണ്ടത് എന്തുവാന്ന് ചോദിച്ചാൽ, ഇടയന്റെ ജോലി എന്ന് പറഞ്ഞ 3 പ്രധാനപ്പെട്ട ജോലികളുണ്ട്. ഒന്ന്, വാടി, ആടുകളെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. രണ്ടാമത്, നർച്ചറിങ്, ആടിന് വേണ്ടുന്നതായ ആഹാരം, ആടിന് വേണ്ടുന്നതായ പോഷണമുള്ള ഭക്ഷണം കൊടുക്കണം. ഒരിക്കൽ ഈ കഴിഞ്ഞ മെയ് മാസത്തിലെ ഒരു സ്ഥലം മാറ്റമാണല്ലോ, എല്ലാ സംഘടനകളിലുള്ളവർക്കും സ്ഥലം മാറ്റം മെയ് മാസത്തിലാണ്. അപ്പൊ മെയ് മാസത്തിലെ പാസ്റ്റർമാരുടെ ഇത് എന്നപ്പോൾ ഒരു പാസ്റ്ററെ ഒരു സഭയിലേക്ക് വിട്ടു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സഭയുടെ ഹെഡ് ഓഫീസിലേക്ക് ഒരു ഫോൺ വന്നു. പറഞ്ഞത് ഇതാണ്, സഭാധികാരിയോട് പറഞ്ഞു, ഈ പാസ്റ്ററെ ഞങ്ങൾക്ക് മാറ്റി തരണം, 2 ആഴ്ചയായതേ ഉള്ളൂ. അപ്പൊ ചോദിച്ചു, അതെന്താ കാര്യം? അത് ഉടനെ പറഞ്ഞു, അതിന്റെ കാര്യം എന്റെ പാസ്റ്ററെ പറയാം. 10 മണിയാകുമ്പോ പരിപാടി തുടങ്ങും, 2-3 പാട്ട് കഴിയും, സങ്കീർത്തനം വായിക്കും. പാസ്റ്റർ കല്ലും പറക്കി ദാവീദിന്റെ ഗോലിയാത്തിന്റെ പുറകെ നടക്കുക. ദാവീദിന്റെ കല്ലും പറക്കിക്കൊണ്ട് ആരുടെ പുറകെ നടക്കുക? ഗോലിയാത്തിന്റെ പുറകെ നടക്കുക. അപ്പൊ അത് കഴിഞ്ഞു, സ്തോത്ര കാഴ്ച എടുത്തു കഴിഞ്ഞു. പുള്ളി പിന്നെയും എന്ത് ചെയ്യണമെന്നറിയാമോ?
കുറച്ച് കവണയും എടുത്തുകൊണ്ട് ആരെങ്കിലും ഒക്കെ കൊല്ലാനെ കൊണ്ട് ആടിന്റെ പുറകെ പുള്ളി നടക്കുക. ചുരുക്കി പറഞ്ഞ കരടിയും സിംഹവും അല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പ്രസംഗിക്കുന്നുണ്ട്. എന്തുവാ പ്രസംഗിക്കുന്നത്? പുള്ളിക്കറിയാവുന്നത്. വേറെ നമുക്കറിയാവുന്നത് പ്രസംഗിച്ചാ പോരാ. നമുക്കറിയാവുന്നതല്ല പ്രസംഗിക്കേണ്ടത്. ജനത്തിന് വേണ്ടത്. ജനത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ജനത്തിന് ഇഷ്ടപ്പെടുന്നതെന്നല്ല അർത്ഥം. പോഷണം ലഭിക്കേണ്ടത്. പോഷണം ലഭിക്കേണ്ടത്. ശരിയാവണ്ണം ഒരു സഭയിൽ വചന ശുശ്രൂഷ നടത്തിയാൽ അവിടെ വിടുതലുകളും അത്ഭുതങ്ങളും രോഗശാന്തിയും സ്വാതന്ത്ര്യവും ഉണ്ടാകുമെന്ന ഒരു പാസ്റ്ററായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാനത് കണ്ടിട്ടുള്ള ആളുകളാണ്. കണ്ണുനീർ അവിടെ ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം ചെയ്യണം. നമ്മൾ അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മളതിന് വില കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ അതിന് വില കൊടുക്കണം. ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്നിട്ട് ഒരു പാസ്റ്ററെ വിളിക്കുന്നത് ഗൂഗിൾ പാസ് എന്നാണ്. ഗൂഗിൾ പാസ് എന്ന് പറഞ്ഞാൽ പുള്ളി വട്ടം അടിച്ച് ഓടി വന്നിട്ട് ഇപ്പൊ എന്തോ വേണമെങ്കിലും എവിടെ നോക്കിയാൽ മതി ഗൂഗിളിൽ. അപ്പൊ പുള്ളിക്ക് ഇന്ന് നാളെ പ്രസംഗിക്കുമെങ്കിൽ ദൈവത്തിന്റെ ഗോഷ് ലവ് എന്ന് വേണമെങ്കിൽ പുള്ളി ഗോഷ് ലവ് അടിച്ചു കൊടുക്കും. രാവിലെ ഇതെല്ലാം കൂടെ വന്ന് എവിടെ പറയും? ചർച്ചയിൽ പറയും. അപ്പൊ അതിനേക്കാൾ വില്ലന്മാരാ സഭയിലിരിക്കുന്നത്. അവൻ അവിടെ വെച്ചടിക്കും. ഇത് എവിടുന്നാണ്? അവൻ അവിടെ വെച്ചടിക്കും. ഇത് എവിടുന്നാ വന്നത്? അപ്പൊ പാസ്റ്റർ അടിച്ചതിനേക്കാൾ 4 സ്റ്റെപ്പ് കൂടെ സൈറ്റ് കൂടെ ഇവൻ അപ്പുറത്തൂടെ ചാടി ഇവൻ അത് അടിച്ചുകൊണ്ട് വന്നിട്ട് അവനൊന്നും പറയത്തില്ല. തൽക്കാലം അവൻ അവിടെ ഇരുന്ന് ചിരിക്കും. അവൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? ചിരിക്കും. ഇതാ സംഭവിക്കുന്നത്. അങ്ങനെയാകാൻ പാടില്ല. പാസ്റ്റർമാർ ഗൂഗിൾ ആകാൻ പാടില്ല. ഇന്റർനെറ്റ് പാസ്സാവാൻ പാടില്ല. ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരുന്ന മുഴങ്കാലുകളെ മടക്കി ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണെന്ന് വിചാരിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ വചനത്തിന് കഴിയുമെന്ന് വിചാരിച്ചാൽ ദൈവത്തിന് സ്തോത്രം. തയ്യാറായിട്ട് വേണം ആരാധനയിൽ വചനം ശുശ്രൂഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനല്ല, പല പാസ്റ്റർമാരും ഇരുന്ന് ഉറങ്ങും, വിശ്വാസിയും ഇരുന്ന് എന്ത് ചെയ്യും? ഉറങ്ങും. പാസ്റ്റർക്ക് ഉറങ്ങാം, അത് അവർക്ക് സംഭവിക്കാം. പക്ഷെ പാസ്റ്റർ എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ പറയുന്ന കുറെ വേലകളുണ്ട്. നമ്മളാരും അങ്ങനെ പറയുന്നവരല്ലെന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ പറയാം പാസ്റ്റർ, അത് വിസിറ്റിംഗ് പാസ്റ്റർമാരാ പറയുന്നതെന്ന്. ശരിയായിരിക്കാം. പക്ഷെ ഇവിടെ ഉള്ളവർ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്. വല്ലതും തന്നാൽ എന്ത് ചെയ്യാം? പറയാം. ഇത് കേട്ടാൽ നമുക്ക് തോന്നും ATM ആൻറ്റിയുമായി ഡയറക്റ്റ് കണക്ഷനാണ്. പക്ഷെ പ്രസംഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പുള്ളി പറഞ്ഞത് സത്യമാണെന്ന്. ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് പറഞ്ഞ പ്രസംഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പുള്ളി പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. പ്രിയരെ, ഞാൻ പറയട്ടെ, വചനം നമ്മൾ പറയുമ്പോൾ വചനം നമ്മൾ വിശ്വസിക്കണം. നമുക്ക് പറ്റിയ കുഴപ്പം എന്താണെന്നറിയാമോ? ചടങ്ങുകളായി നമ്മൾ കാര്യങ്ങളെ മാറ്റി, കേവലം 2 പാട്ടായിട്ട് മാറ്റി, ഒരു സങ്കീർത്തനം വായന മാറ്റി, ഒരു പരിപാടിയായിട്ട് മാറ്റി. വചനത്തിന്റെ ശുശ്രൂഷ, വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ദൈവദാസന്മാർ എഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും പറയുന്നവരല്ല, പഴയതെടുത്ത് കടുവറക്കുന്നവരല്ല. പഴയതെടുത്ത് എന്ത് ചെയ്യണം? പല പ്രസംഗങ്ങളും അങ്ങനെ. 1-ാം ദിവസം കറിയുന്നത് പോലെ ആദ്യത്തെ ദിവസം ഉപ്പ് വരിയൊക്കെ കാണും, 2-ാം ദിവസം അത് ഫ്രൈ ആകും, 3-ാം ദിവസം അതെന്താകും? ഡ്രൈ ആവും എന്ന് പറഞ്ഞ പോലെ ഇത് പ്രസംഗിച്ച് ഏത് പ്രസംഗിച്ചാലും അതിന്റെ അകത്തുകൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. ഏത് കാര്യം ഒരു ദൈവദാസൻ പറഞ്ഞാലും ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, കമ്മിറ്റിയും കൗൺസിലും അത് ഭരണവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. സംഘടന എന്നുള്ള നിലയിൽ അതിനപ്പുറത്ത് ദൈവദാസന്മാരെ മുന്നേറ്റം വചന ശുശ്രൂഷയിൽ ഉണ്ടാകണം. നമ്മൾ പിതാക്കന്മാര് കഴിഞ്ഞു എന്ന് പറഞ്ഞു പഴയ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലത്തിനനുസരിച്ച് ഉയർന്നെഴുന്നേൽക്കണം. ഈ കാലത്തിനനുസരിച്ച് അവസാനിപ്പിക്കുക. ഈ പാസ്റ്റർ, ദൈവത്തിന് സ്തോത്രം, റിലേഷൻഷിപ്പ് നന്നായിട്ട് സൂക്ഷിക്കണം. പാസ്റ്റർക്ക് വിശ്വാസികളുമായിട്ട് നല്ല ബന്ധം വേണം. ഭാര്യയുമായിട്ട് നല്ല ബന്ധമാണ്. ചില പാസ്റ്റർമാര് ഭാര്യയുമായിട്ട് വർത്താനം പറയത്തില്ല, അതിന് സമയം കണ്ടെത്തത്തില്ല. നാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ എന്ത് ചെയ്യും? വർത്തമാനം പറയും. അതിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പൊ ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞ ഉടനെ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്റർ, ഞാൻ ഇവളോട് വർത്താനം പറഞ്ഞ ഇവിടെ നനങ്ങണ്ടായി, അതുകൊണ്ടാണ് ഞാൻ വർത്താനം പറയുന്നത്. ഒരു കാഷ്വൽ ടോക്കിൽ നിന്ന് പറഞ്ഞു.
അത് ചിലപ്പോൾ അവരുടെ നേച്ചർ ആയിരിക്കും. ചിലർ അങ്ങ് ടോക്റ്റീവ് ആയിരിക്കും, ചിലർ അത്രയും സംസാരിക്കല്ല. എന്നിരുന്നാലും ഞാൻ പറയട്ടെ, നമ്മൾ ഭാര്യയെ വിട്ട് കുടുംബത്തെ വിട്ടെന്നുള്ള ശുശ്രൂഷ എന്ത് ചെയ്യരുത്, എങ്ങും ചെയ്യാൻ പോകും. കുടുംബത്താണ് നമ്മുടെ. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മുടെ ജീവിതത്തിൽ. രണ്ടാമത് നമ്മുടെ പ്രയർ ലൈഫ് നമ്മൾ സൂക്ഷിക്കണം, പ്രാർത്ഥന ജീവിതം. നമ്മുടെ ഒരു പാസ്റ്റർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് പ്രാർത്ഥനയിലായിരിക്കും. പ്രാർത്ഥനയിൽ ഞാൻ മർക്കോസ് 1:35, മത്തായി 14:23 വാക്യങ്ങൾ ഒന്നിച്ച് വായിക്കുമ്പോൾ, രാവിലെ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേക്കും. ശുശ്രൂഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആളുകളെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് വീണ്ടും കർത്താവ് എവിടെ ചെയ്യാൻ പോകും, പ്രാർത്ഥിക്കാൻ പോകും എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അത് ക്രോഡീകരിച്ച് ഇങ്ങനെ പറയാം: ഏകാന്തതയിൽ നിന്നും സമൂഹത്തിലേക്ക്, സമൂഹത്തിൽ നിന്നും വീണ്ടും ഏകാന്തതയിലേക്ക്, ഏകാന്തതയിൽ നിന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി വരേണ്ടത് ഒരു ദൈവദാസൻ ഇറങ്ങി വരേണ്ടത് ഏകാന്തതയിൽ ദൈവത്തോട് ബന്ധപ്പെട്ടിട്ട് വേണം വരാൻ. അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പുത്രനായിരിക്കുന്ന ക്രിസ്തു പൂരങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, യഹൂദന്മാരോട് സംവാദിച്ചു. ഇതൊന്നും ഡിക്ഷണറി എടുത്ത് പഠിച്ചിട്ടല്ല വന്നത്. അതൊക്കെ നമുക്ക് ആവശ്യമായിരിക്കും. തന്നെ അയച്ച പിതാവായ ദൈവത്തോട് ബന്ധപ്പെട്ടിട്ടാണ് വന്നതെങ്കിൽ, ദൈവദാസനെ നമ്മളെ നിയമിച്ചാക്കിയ ദൈവത്തോട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് ചെല്ല്. നമ്മൾ പറയേണ്ട കാര്യം ആപ്റ്റായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് പറയുവാനിടയായി തീരും. അങ്ങനെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എവിടെ പോകും? ചില ആളുകളോട് എന്തോ ചോദിച്ചാലും സമയമില്ല, ബിസി നിർത്തണം. ശനിയാഴ്ച വൈകിട്ടുള്ള ആരാധനയ്ക്ക് വേണ്ടി തയ്യാറാകണം. പ്രയർ ലൈഫ് നമ്മൾ സൂക്ഷിക്കണം. അടുത്തത്, ദൈവത്തിന് സ്തോത്രം, നമ്മൾക്ക് ദൈവദാസന്മാർ, പാസ്റ്റർമാർ ദൈവം നൽകിയിട്ടുള്ള അധികാരം ഉപയോഗിക്കണം. ഒരു സഭയിൽ ദൈവദാസന ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. ഞാൻ അധികാരം എന്ന് ഉദ്ദേശിക്കുന്നത് ജൂബയിട്ട് മുഖം വളരെ കാഠിന്യമാക്കി ഗാംഭീര്യത്തോടെ ഇരുന്ന് എന്തുകൊണ്ട് ബ്രദറെ എന്ന് ചോദിക്കുന്നതല്ല. അതല്ല ഞാൻ അധികാരം എന്ന് ഉപയോഗിക്കുന്നത്. അധികാരം എന്ന് ഉപയോഗിക്കുന്നത് എഫെസ്യ ലേഖനം 1-22 വാക്യത്തിൽ തന്റെ ശരീരമായ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അധികാരം സകലവും അവന്റെ കാൽക്കീഴാക്കിയെങ്കിൽ ഒരു ദൈവദാസൻ സഭയിൽ ഉപയോഗിക്കേണ്ട ആയുധം, ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ ഉപയോഗിക്കുന്ന ആയുധം ജഡീകങ്ങളാകാൻ പാടില്ല. ജനാധിപത്യത്തിന് അപ്പുറത്ത് ദൈവാധിപത്യത്തിൽ വിശ്വസിക്കുന്നവനായിരിക്കണം ഒരു ദൈവദാസൻ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ജനാധിപത്യത്തിന് അപ്പുറത്ത് ദൈവാധിപത്യത്തിൽ വിശ്വസിക്കുന്നയാളായിരിക്കണം ഒരു ദൈവദാസൻ. ജനാധിപത്യ സംവിധാനമാണ് നമ്മളുടെ സഭകളിലുള്ളത്. ലോകത്ത് നടക്കുന്ന ഭരണക്രമങ്ങൾ അങ്ങനെയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിനാണ് സ്ഥാനം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനപ്പുറത്ത് പോകുന്നവനായിരിക്കണം ദൈവദാസൻ. ഒരു മിഷനറിക്ക് മാത്രമേ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തുള്ള ദൈവത്തിന്റെ കരങ്ങളെ കാണാൻ കഴിയുന്ന ഒരു ദൈവദാസന് മാത്രമേ വരണ്ട ഒരു സഭയെ ഉണർത്താൻ കഴിയത്തുള്ളൂ, വരണ്ട ഒരു വ്യക്തിയെ ഉണർത്താൻ കഴിയത്തുള്ളൂ. ഇസ്രായേലിന്റെ മക്കളിൽ 12 പേരെ തെരഞ്ഞെടുത്ത് വിട്ടു ദേശം ഒറ്റുനോക്കിക്കൊണ്ടുവരാൻ. അവരെല്ലാം കൂടെ തിരിച്ചൊരു വരവ് വന്നത് തെളിവോടുകൂടിയാ. ഒരുത്തന്റെ തോളയില് മുന്തിരിക്കൊല, വേറെ ഒരുത്തൻ അവിടുത്തെ ആന്ത്രപ്പോളജി ഒക്കെയാ പറഞ്ഞു ഞങ്ങളെ വെട്ടിക്കിളിയെ പോലെ തോന്നി. അപ്പൊ അവരെ തന്നെ ഞങ്ങളെ വെട്ടിക്കിളി. ഇതെല്ലാം ശരിയാ, തെളിവുകളെല്ലാം ശരിയാ. പക്ഷേ 2 പേരങ്ങോട്ട് മാറി നിന്നു. അതാ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തുള്ള ദേശം. 2 പേരങ്ങോട്ട് മാറി നിന്നു. ആരാ? യോശുവയും കാലേബും. ഇന്നത്തെ സഭാ സംവിധാനങ്ങളാണെങ്കിൽ കൈയടിച്ച് പാസ്സാക്കും. ബഹുഭൂരിപക്ഷം എന്തുവാ, ഭയങ്കരമായ ഭൂരിപക്ഷം ഉണ്ട്. ശരിയാ അവര് പറഞ്ഞത്. പക്ഷെ ഇതിനെ വിമർശിക്കാനും ഇതിനെ ബഹളം ഉണ്ടാക്കാനും ഒന്നും ഇവര് പോയില്ല. ഇവര് പറഞ്ഞു ഈ പറഞ്ഞതല്ല എന്തുവാ ശരിയാ. നമ്മൾ വർത്താനം പറയുമ്പോഴും ഇച്ചിരി ശ്രദ്ധിച്ച് പറയുന്നത് നല്ലതാണ്. ഇവരെന്താ ഇങ്ങനെ പറയാനൊന്നും ചോദിച്ചില്ല. ഈ പറയുന്നതെല്ലാം ശരിയാ. പക്ഷെ സഹോദരന്മാരെ, ഒരു കാര്യം നമുക്ക് ചെയ്യാം. ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്നു എങ്കിൽ, യഹോവ നമ്മളോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ ആ ദേശത്തെ അവൻ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു ദൈവദാസൻ ഉണ്ടായിരിക്കേണ്ട ദർശനം ഇതായിരിക്കണം. എവിടെയുമായിരുന്നു കൊള്ളട്ടെ, ഹ്യൂസ്റ്റണിലെ പാസ്സാവട്ടെ, ഡാളസിലെ ആകട്ടെ, വണ്ടിപ്പെരിയാറ്റിലെ ആകട്ടെ, തമിഴ്നാട്ടിലെ ആകട്ടെ, ഒറീസയിലെ ആകട്ടെ, ദൈവത്തിന്റെ നാമത്തിൽ എനിക്കതിനെ കീഴടക്കുവാൻ കഴിയും. ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ്, ദൈവമാണ് എന്നെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ള അതോറിറ്റി നീ ഉപയോഗിച്ചാൽ
ദൈവത്തിന് സ്തോത്രം. നീ പരാജയപ്പെടേണ്ടി വരത്തില്ല. ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് സഹോദര, ചിലപ്പോൾ നിനക്ക് പരാജയമെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാം. ചിലപ്പോൾ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺ, ഉയർച്ച താഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ ആ സമയവും നമ്മളെ നിയമിച്ചാക്കിയ ഒരുത്തരുണ്ട്. എന്നെ നിയമിച്ചോ. നമ്മൾ വ്യത്യസ്ത സംഘടനകൾ നിൽക്കുന്ന ദൈവദാസന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. IPCയിലും അസംബ്ലീസ് ഓഫ് ഗോഡിലും ചർച്ച് ഓഫ് ഗോഡിലും ഷാരോനിലും ഒക്കെ ഉള്ളവരായിരിക്കാം ഇവിടെ ആയിരിക്കുന്നത്. പക്ഷേ സംഘടനയല്ല നിയമിച്ചിരിക്കുന്നത്. സംഘടനയുടെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. സംഘടനയുടെ നിലനിൽപ്പിന് വേണ്ടി അത് ആവശ്യമാണ്. എന്നാൽ അതിനപ്പുറത്ത് ദൈവം തമ്പുരാനാണ് എന്നെ നിയമിച്ചിരിക്കുന്നത്. എന്റെ നിയമനം സംഘടനയ്ക്കപ്പുറത്ത് എന്നെ ദൈവമാണ് എന്നെ നിയമിച്ചിരിക്കുന്നത്. അവസാനിപ്പിക്കുന്നത്, ഒരിക്കൽ എന്നെ ഒരു പാസ്റ്റർ കൺവെൻഷന് വിളിക്കാം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽപ്പെട്ട ഒരു ദൈവദാസൻ കൺവെൻഷൻ വന്നപ്പോൾ അദ്ദേഹം വളരെ സാരസമായിട്ട് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ വലിയ കോളറൊന്നുമല്ല. സ്കോളറിന് പുള്ളി പറഞ്ഞതാ കോളർ. പക്ഷേ ഒരു സഭ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, തിരിച്ചറിവുണ്ട്. ഒന്ന്, ഞാൻ സ്കോളർ അല്ല. രണ്ട്, ഒരു സഭ കൊണ്ടുപോകേണ്ട കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. അദ്ദേഹത്തിന് ഒരു അറിവുണ്ട്. ഞാൻ അദ്ദേഹം ഇരുന്ന സഭകളൊക്കെ നോക്കി. ഒരു 300 പേര് 400 പേരുള്ള സഭകളിൽ ആ മനുഷ്യർ ഇരുന്നിട്ടുള്ളത് തന്നെ. ഒരു റൗണ്ട് പോയാൽ പുള്ളി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും. അടുത്ത 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഈ സഭക്കാർ തന്നെ എന്ത് ചെയ്യും? ഇവർ തന്നെ തിരിച്ചു വിളിച്ചോണ്ട് വരും. ഇതെങ്ങനല്ലല്ലോ, പോകത്തില്ല. കണ്ണട്ടയിരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കുക. ഞാൻ പറയട്ടെ, പോയി നോക്ക്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവമാണ് നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിന് പ്രായമുള്ള പാസ്റ്റർമാരിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ദൈവദാസനെ അദ്ദേഹത്തിന്റെ മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോ. പൈസ പഠിക്കാൻ ചോദിച്ചില്ലാഞ്ഞിട്ട് 250 രൂപ കൊടുക്കാഞ്ഞിട്ടാണ്, നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മകന് 16 വയസ്സാണ്. 16 വയസ്സ് കഴിഞ്ഞ് 20 അദ്ദേഹം 16 വയസ്സ് കഴിഞ്ഞ് ഒരു 20 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മകനെ കുറിച്ച് വല്ല വിവരവും? അദ്ദേഹത്തിന് താടി ഉണ്ടായിരുന്നു. അദ്ദേഹം താടിയൊക്കെ ഒന്ന് തിരുമ്മി ചെറിയൊരു ചിരിയോടുകൂടി എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അവനെ എവിടെ പോകാനാണ്? ദൈവദാസന്റെ ഉറപ്പ് കണ്ടു. ഞാൻ ഒരുപാടിടത്ത് മരിക്കുന്നവരെ ഞാൻ ഈ എക്സാമ്പിൾ ഓർക്കുമെന്ന് എനിക്ക് മറന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പലയിടത്ത് ഇനിയും ഇത് പറയും. ഒരു ഉറപ്പ് അദ്ദേഹം ഇരുമിട്ട് താടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പറയാ, അവൻ എവിടെ പോകാൻ? സംഭവിച്ചത് കേൾക്കണോ? ഒരു ഡൽഹിയിൽ ഞാൻ ഉണ്ടായിരുന്ന അവസരത്തിൽ ഒരു ന്യൂ ഇയർ സർവീസിൽ ഈ പിതാവ് ആ ന്യൂ ഇയർ സർവീസിലുള്ള എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് പിതാവ് ഉണ്ടെന്ന് അറിഞ്ഞു വന്നതല്ല. അതേ സഭയിൽ ഈ മകൻ വന്നു. ഒരു ഡിസംബർ മാസം 31-ാം തീയതി രാത്രി 12 മണിക്ക് ഒരിക്കൽ പോലും ആ കാഴ്ച ഞാൻ മറന്നു പോകുക. ആ ദൈവദാസൻ നിത്യതയിൽ നിന്ന് ചേർക്കപ്പെട്ടെങ്കിലും ആ മകനും മരുമകളും മക്കളും ഇന്ന് ഈ രാജ്യത്തുണ്ട്. അമേരിക്ക വന്നത് പറയാനല്ല ഞാൻ പറഞ്ഞത്. കർത്താവിന്റെ വേലയിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്ത ഒരാളിനെ നഷ്ടങ്ങളുടെ കഥകൾ കാണത്തില്ല. ലോകം നഷ്ടങ്ങളുടെ കഥകൾ എന്ന് പറയാം. ലോകത്തിന് പലതും ലഭിച്ചിട്ടെന്ന് പറയാം. ലോകം പലതും പറയും അവനൊരു മിടുക്കനല്ലായിരുന്നു, ഒരു മടനായിരുന്നു. നിത്യതയുടെ കണക്കുകൾ എഴുതുമ്പോൾ ദൈവദാസന്റെ ഹൃദയം പതറിപ്പോകത്തില്ല. കണ്ണുകളടയ്ക്കാം. ഉന്നത വിളിക്കൂ യോഗ്യരേ, സന്നിധിയിൽ